അപ്പോൾ ഇന്ന് കണ്ണാടിയൊക്കെ ഫിറ്റ് ചെയ്ത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വല്ല പിടുത്തമുണ്ടോ? അതെ, കേക്കുമായിട്ടാണ് പോകുന്നത്. അപ്പോൾ പിന്നെ പലർക്കും പിടി കിട്ടി കാണും ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്. തെറ്റിയില്ല, നാരായണൻ്റെ വീട്ടിലേക്കാണ്. നാരായണൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാം എന്ന് വിചാരിച്ചു. ഒരു സർപ്രൈസ് കേക്കുമായിട്ട് ചെന്നതാണ്. എന്തായാലും ആഘോഷിച്ചു, വളരെ സന്തോഷം. എല്ലാം കേക്ക് കട്ട് ചെയ്തു, എല്ലാവർക്കും ഓരോ കേക്കുകൾ കൊടുത്തു. എനിക്കും കിട്ടി അതിലൊരു കഷ്ണം. പിന്നീട് ഞങ്ങൾ പ്ലാൻ ചെയ്തു ഉച്ചക്കലത്തെ ഫുഡ് പുറത്തുനിന്നാവാം. അപ്പോൾ പിന്നെ എവിടേക്കാണ് പോകേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്തു, അവിടെ ഒരു വെജിറ്റബിൾ റെസ്റ്റോറൻ്റ് ഉണ്ട്, ഗൗരി കൃഷ്ണ. നല്ല റെസ്റ്റോറൻ്റാണ് ഇത്. സൗത്ത് ഇന്ത്യൻ താലിയാണ്. അവിയൽ സഹിതം കംപ്ലീറ്റ് സംഭവമുണ്ട്. പിന്നെ ചപ്പാത്തിയും പൂരിയും എക്സ്ട്രാ ഉണ്ട്. അമ്മയൊക്കെ നല്ല എൻജോയ് ചെയ്ത് കഴിക്കുന്നു. ശാലിനി. പിന്നെ നാരായണൻ്റെ ഇത് ഡീലക്സ് ഫുഡാണ്. അതിനകത്ത് ഇച്ചിരി പുലാവ്, പിന്നെ പനീറിൻ്റെ ഒരു കറി, പിന്നെ എന്തോ ഒരു വെജ് കട്ട്ലറ്റല്ല ഒരു സാധനം, ഇതൊക്കെ എക്സ്ട്രാ ഉണ്ട്. അപ്പം ഞാൻ കഴിച്ചു. മോളാണ് പറഞ്ഞത്, വീഡിയോ കാണുന്നതിൻ്റെ എഫക്റ്റാണത്. എനിക്കൊന്നും പറയേണ്ടി വന്നില്ല. നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. ഡീലക്സിനെക്കാട്ടിലും എനിക്കിഷ്ടപ്പെട്ടത് നമ്മുടെ സൗത്ത് ഇന്ത്യൻ താലി സാധാരണ. അതിനകത്ത് നല്ല റൈസും, നമ്മുടെ സാധാരണ റൈസും, ബാക്കി അവിയൽ, തോരന്, പിന്നെ ഒരു കൂട്ടുകറി പോലൊരു സാധനമാണ്. കൂട്ടുകറിയല്ല, എല്ലാം മട്ടർ അത് ഇതൊക്കെ വെച്ചിട്ടുള്ളത്. ഇത് നല്ല സ്വാദിഷ്ടമായിരുന്നു. അതായത് സ്വാദിഷ്ടമായിരുന്നു എന്ന് പറയാൻ കാരണം നല്ല പുലാവായിരുന്നു കേട്ടോ. പിന്നെ ഓയിലിയാണ്, എന്നാലും ഒരു ഇച്ചിരി റൈസ് ഞങ്ങൾ മേടിച്ച് കഴിച്ചു. നല്ല മോരായിരുന്നു, അടിപൊളി മോര്. അതുകൊണ്ട് 2 ഗ്ലാസ് ഞാൻ കുടിച്ചു. പിന്നെ ക്ഷീര ഉണ്ടായിരുന്നു. അങ്ങനെ എൻജോയ് ചെയ്തു.